guys, VK Creationzന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ അൺബോക്സിംഗ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. Vivo v19 എന്ന ഏറ്റവും പുതിയ സ്മാർട്ട് ഫോണിന്റെ അൺബോക്സിംഗും റിവ്യൂമാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഗൈസ്, ഇതാണ് നമ്മുടെ വിവോ v19ൻ്റെ സ്മാർട്ട് ഫോൺ. നമുക്കിത് അൺബോക്സ് ചെയ്ത് നോക്കാം. വളരെ മനോഹരമായ ഒരു ഡിസൈൻ തന്നെയാണ് വിവോ v19 നൽകിയിരിക്കുന്നത്. കവറിൻ്റെ ഇരുവശങ്ങളിലുമായി വിവോയുടെ സ്പോൺസർ ഗ്രൂപ്പായ IPLൻ്റെ സിമ്പൽ മെൻഷൻ ചെയ്യാനും വിവോ മറന്നിട്ടില്ല. ബാക്ക് സൈഡിൽ നോക്കുമ്പോൾ ഡ്യുവൽ ഐ-വ്യൂ ഡിസ്പ്ലേ, 32 MB A1 സൂപ്പർ 9 സെൽഫി എന്നും 33 വോൾട്ട് ഫാസ്റ്റ് ചാർജിംഗ് എന്നും Qualcomm Snapdragon 712 പ്രോസസ്സർ എന്നും മെൻഷൻ ചെയ്തിട്ടുണ്ട്. വിവോ മെയ്ഡ് ഇൻ ഇന്ത്യ എന്നും ലോഗോയിൽ ചെറുതായി മെൻഷൻ ചെയ്തിട്ടുണ്ട്. ബാക്കി എൻ്റെ IMEI നമ്പറും കാര്യങ്ങളൊക്കെ. ഒരു മികച്ച ക്യാമറ സ്മാർട്ട് ഫോൺ ആണെന്ന് കാണിക്കാൻ വേണ്ടിയായിരിക്കാം ഉൾവശത്ത് വിവോ ഒരു ക്യാമറയുടെ ഒരു ലെൻസിൻ്റെ ഒരു പതിപ്പാണ് നൽകിയിരിക്കുന്നത്. വളരെ മനോഹരം തന്നെയാണെന്ന് പറയാതിരിക്കാൻ കഴിയുന്നില്ല. അതിന് താഴെ വിവോ v19 എന്നൊരു സിമ്പലും കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മൊബൈൽ ഇരിക്കുന്നത്. നമുക്ക് സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. കവറിൻ്റെ ഉൾവശത്തേക്ക് ചെല്ലുമ്പോൾ ഒരു ചാർജിങ് കേബിളാണ് നമുക്ക് കിട്ടുന്നത്. Type-C ചാർജിങ് കേബിളാണ് വിവോ ഇതിന് ആയി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ള ഒരു കേബിൾ തന്നെയാണെന്ന് പറയാതിരിക്കാൻ വയ്യ. നമുക്ക് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഒരു ഹെഡ്സെറ്റ്, ഒരു മനോഹരമായതും ക്വാളിറ്റി ഉള്ളതുമായ ഒരു ഹെഡ്സെറ്റ് തന്നെ വിവോ v19 പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മറ്റ് ഒരു കമ്പനിയും ഇന്നത്തെ കാലത്ത് ഹെഡ്സെറ്റ് പ്രൊവൈഡ് ചെയ്യുന്നില്ല എന്നതാണ് മറ്റൊരു വസ്തുത. വിവോ അത് നമുക്ക് തരുന്നത് വളരെ മനോഹരമായതും നല്ലതുമായ ഒരു കാര്യം തന്നെയാണ്. അടുത്തത് നമ്മുടെ ഒരു ചാർജിങ് അഡാപ്റ്ററാണ്. 33 വാൾട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് അഡാപ്റ്ററാണ് വിവോ v19 നൽകിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മൊബൈലിൻ്റെ കവർ ഓപ്പൺ ചെയ്ത് നോക്കാം. മനോഹരമായ ഡിസൈൻ ഞാൻ നേരത്തെ പറഞ്ഞു. ആദ്യം തന്നെ നമ്മൾ മൊബൈൽ കവർ തുറക്കുമ്പോൾ തന്നെ കിട്ടുന്നത് ഒരു മനോഹരവും ക്വാളിറ്റി ഉള്ളതുമായ ഒരു ട്രാൻസ്പെറൻറ്റ് കവറാണ്. നല്ല കട്ടിയുള്ള ഒരു ട്രാൻസ്പെറൻറ്റ് കവർ തന്നെയാണ് v19 വിവോ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മളുടെ വിവോ v19. അതിൻ്റെ കൂടെ തന്നെ ഒരു സിം ഇജക്ടർ ടൂളും ഒരു സർവീസ് ഗൈഡ് ലൈൻ ബുക്കും നമുക്ക് വിവോ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതാണ് നമ്മുടെ വിവോയുടെ ഒരു ഔട്ട്ലുക്ക് എന്ന് പറയാതിരിക്കാൻ വയ്യ. വളരെ മനോഹരമായൊരു കളർ തന്നെയാണ് ഇത് എന്നെനിക്ക് തോന്നി. പിയാനോ ബ്ലാക്കിലും സിൽവറിലുമാണ് ഇപ്പോൾ വിവോ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. എനിക്ക് സിൽവർ ഇഷ്ടപ്പെട്ടത് കൊണ്ട് തന്നെ ഞാൻ സിൽവർ സെലക്ട് ചെയ്യുകയായിരുന്നു. ഗൈസ്, കണ്ടില്ലേ എത്ര മനോഹരമായിട്ടുള്ള ഡിസൈനിങ് ആണ് ഇതിന് കൊടുത്തിരിക്കുന്നതെന്ന്. സിൽവർ കളർ ആണെന്ന് ഇതിന് പറയാൻ കഴിയില്ല. കാര്യം ഒരു ഗ്ലാസ്സിൽ നോക്കുന്നത് പോലുള്ള ഒരു എഫക്റ്റാണ് ഇതിൽ നമുക്ക് ലഭിക്കുന്നത്. കണ്ടോ, എനിക്കൊരു കണ്ണാടി പോലെ ഇത് നോക്കാൻ കഴിയുന്നതാണ്. അതിൻ്റെ ഒരു എന്താ പറയുന്ന ഒരു മികച്ച ഒരു ക്വാളിറ്റിയും എനിക്കതിൽ കിട്ടുന്നുണ്ട്. ക്യാമറയുടെ ആ ഒരു സെറ്റപ്പ് ആയാലും വിവോ എന്ന് പറയുന്ന ഒരു സിമ്പൽ കൊടുത്തിരിക്കുന്നതാണെങ്കിലും വളരെ മനോഹരമാണ്. ബാക്ക് സൈഡിൽ ഗോറില്ല 6ൻ്റെ പ്രൊട്ടക്ഷൻ വിവോ നൽകിയിട്ടുണ്ട്. അതിനൊക്കെ തന്നെ ക്യാമറ, ബാക്ക് ക്യാമറയുടെ കാര്യത്തിൽ കൂടുതൽ പറയുകയാണെങ്കിൽ 48:8:2 എന്നിങ്ങനെയാണ് ഈ ക്യാമറയുടെ സെൻസറുകളുടെ സവിശേഷതകൾ. നമുക്ക് കൂടുതൽ ക്യാമറ വിശേഷങ്ങൾ, കൂടുതൽ ഫോട്ടോസ് എടുത്താൽ മാത്രമേ നമുക്ക് കൂടുതലായി പറയാൻ കഴിയൂ. അതുകൊണ്ട് ഞാൻ ഈ വീഡിയോയുടെ അവസാനം കുറച്ച് ഫോട്ടോസും വീഡിയോസും ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അത് കണ്ട് വിലയിരുത്താം എത്രത്തോളം മികച്ച ക്യാമറയാണ് വിവോ v19 ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വിവോ v19ൻ്റെ മുൻവശത്തേക്ക് വരുമ്പോൾ 2 മെയിൻ ക്യാമറകളാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ ഒന്ന് 32 MBയുടെ മെയിൻ ക്യാമറയും 8 MBയുടെ അൾട്രാ വൈഡ് ക്യാമറയും ഉള്ളത് കൊണ്ട് തന്നെ മികച്ച ഒരു സെൽഫി ക്യാമറയാണെന്ന് പറയാതിരിക്കാൻ വയ്യ. ഫോണിൻ്റെ ലോവർ പോർഷനിലേക്ക് വരുമ്പോൾ 3.5 mm ജാക്കിൻ്റെ ഒരു ആഡിയോ ജാക്ക് നമുക്ക് കിട്ടുന്നുണ്ട്. ഒരു നോയ്സ് ക്യാൻസലേഷൻ മൈക്ക്, Type-C ചാർജിങ് പോർട്ട്, ഒരു സ്പീക്കർ ഗ്രിൽ. ഇതാണ് നമുക്ക് മെയിനായിട്ട് താഴെ സൈഡിൽ നമുക്ക് കാണാൻ കഴിയും. മികച്ച ഒരു ബാറ്ററി ബാക്കപ്പും നമുക്ക് വിവോ v19 നൽകുന്നുണ്ട്. ചാർജ് ചെയ്യുമ്പോഴും ഗെയിം കളിക്കുമ്പോഴും ഹീറ്റിംഗ് പ്രോബ്ലവും ഇല്ല.
AMOLED ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ മികച്ച ഒരു വീഡിയോ ക്വാളിറ്റി നമുക്ക് വിവോ V19 ലഭിക്കുന്നതാണ്. കണ്ടില്ലേ, എത്ര മനോഹരമായ വീഡിയോയാണ് നമുക്കിതിൽ കാണാം. ആ പിക്സലിൻ്റെ ഒരു കളറ് തന്നെ നമുക്ക് മനസ്സിലാക്കാം എത്രത്തോളം മനോഹരമാണെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കാം. വിവോയുടെ ആന്തരിക പ്രവർത്തനങ്ങളെ നമുക്കൊന്ന് വിലയിരുത്തി നോക്കാം. വിവോയുടെ തന്നെ OS ആയ ഫൺടച്ച് OSലാണ് വിവോ V19 പ്രവർത്തിക്കുന്നത്. ഫൺടച്ച് ഓപ്പറേറ്റിംഗ് സിസ്റ്റം 10ലാണ് വിവോ V19 പ്രവർത്തിക്കുന്നത്. ആൻഡ്രോയിഡ് വെർഷൻ ലേറ്റസ്റ്റ് ആൻഡ്രോയിഡ് വെർഷൻ 10ലാണ് വിവോ V19 പ്രവർത്തിക്കുന്നത് എന്നത് ഒരു നല്ല കാര്യം തന്നെയാണ്. വിവോ V19 ഒരു മികച്ച ക്യാമറ ഫോൺ തന്നെയാണ്. ഓർക്കുക, വിവോ V19 ഒരു മികച്ച ക്യാമറ ഫോൺ തന്നെയാണ്. 2.3 GHz സ്നാപ്ഡ്രാഗൺ 712 octa കോർ പ്രൊസസ്സർ ആയതുകൊണ്ട് തന്നെ ഒരു വലിയ ഗെയിമിംഗ് മൊബൈലാണെന്ന് എനിക്ക് പറയാൻ കഴിയില്ല. ടച്ച് സ്ക്രീനെ കുറിച്ച് പറയുകയാണെങ്കിൽ മികച്ച ഒരു ടച്ച് സ്ക്രീൻ തന്നെയാണ് വിവോ V19 നൽകിയത്. കണ്ടില്ലേ എത്ര പെട്ടെന്നാണ് അപ്പ് ഡൗൺ ആവുന്നത് എന്ന്.